3 കുട്ടികളും ഉണ്ടായിരുന്നു. എത്ര കുട്ടികളുണ്ടായിരുന്നു? അവൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന പണം തന്റെ കുടുംബത്തിന് തികയുന്നില്ലെന്നും പറഞ്ഞ് എന്റെ കഷ്ടപ്പാടോർത്ത് വിഷമിച്ചിരുന്നു. ഇതിനെന്താണ് ഒരു പോംവഴി എന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയും ചെയ്തു. ഒടുവിൽ ഒരു താറാവിനെ വാങ്ങി അതിന്റെ മുട്ടകൾ വിറ്റ് കാശുണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഈ കാര്യം ഭാര്യയോടും കൂടി പറഞ്ഞതിന് ശേഷം ഒരു താറാവിൻ കുഞ്ഞിനെ വാങ്ങി അതിനെ വളർത്താനും തുടങ്ങി. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ആ താറാവിൻ കുഞ്ഞ് വളർന്നു വലുതായി. ഈ താറാവ് മുട്ടയിടുന്നത് ആ ഭാര്യയും ഭർത്താവും കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ താറാവ് മുട്ടയിട്ടു. ഈ താറാവ് മുട്ടയിട്ടത് കണ്ട് അവർ ഓടിയെത്തി. നോക്കിയപ്പോൾ അത് വെറും മുട്ടയായിരുന്നില്ല, നല്ല വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ മുട്ട. അത് വെറും മുട്ടയായിരുന്നോ? പിന്നെ എങ്ങനത്തെ മുട്ടയായിരുന്നു അത്? ഇത് കണ്ട് തന്റെ കഷ്ടപ്പാടെല്ലാം പോയെന്ന് വിചാരിച്ച് അവർ സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഇങ്ങനെ ഈ മുട്ടകളെല്ലാം ചന്തയിൽ കൊണ്ടുവിറ്റ് അവർ കാശുണ്ടാക്കി വലിയ കാശുകാരായപ്പോൾ അവർ സന്തോഷിച്ചു. പോകെ പോകെ അവർക്കൊരു ചീത്ത ചിന്ത തോന്നി. ഈ താറാവ് എല്ലാ ദിവസവും മുട്ടയിടുന്നുണ്ടെങ്കിൽ അതിന്റെ വയറ്റിൽ ഒത്തിരി സ്വർണ്ണപ്പൊട്ടകൾ ഉണ്ടെന്നല്ലേ അർത്ഥം. ഓരോ ദിവസം കാത്തിരിക്കുന്നതിന് പകരം ആ വയറങ്ങി കീറി എല്ലാ മുട്ടകളും എടുത്ത് ചന്തയിൽ കൊണ്ടുവിറ്റ് ഒറ്റയടിക്ക് കോടീശ്വരന്മാരാവാമല്ലോ എന്നവർ ചിന്തിച്ചു. ഈ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി അവർ ആരോടും ഒന്നും ചോദിക്കാതെ ആ താറാവിന്റെ വയറ് കീറി. നോക്കിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. അയ്യോ, ഇതിനകത്ത് ഒറ്റ മുട്ട പോലും ഇല്ലല്ലോ. തന്റെ തെറ്റ് മനസ്സിലാക്കി അവർ തലയിലടിച്ച് എങ്ങലടിച്ച് കരഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്?